ഹലോ റീഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് പേപ്പർ പ്ലോട്ട്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് എൻ്റെ ഹൊറർ റെക്കമെൻഡേഷൻസുമായിട്ടാണ്. സോ ഹൊറർ ജോൺറയാണ് എൻ്റെ ഫേവറേറ്റ് ജോൺറ. ഐ ലവ് ബീയിങ് സ്കെയർഡ്, അതുപോലെ ക്രീപ്പി ഫീലിംഗ്, അൺസെറ്റിലിംഗ് ഫീലിംഗ്, അല്ലെങ്കിൽ ഡിസ്കസ്റ്റഡ് ഫീലിംഗ്, അല്ലെങ്കിൽ സംതിങ് അണ്ടർ യുവർ സ്കിൻ ഫീലിംഗ്, ഗൂസ് ബംസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഇമോഷൻസ് ആണ് ഇതൊക്കെ. സോ ഒരു മൂവി വായിക്കുമ്പോൾ അല്ലെങ്കിൽ ബുക്ക് വായിക്കുമ്പോൾ എനിക്ക് ഈ കൈൻഡ് ഓഫ് ഫീലിങ്സ് ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഞാൻ ഒരുപാട് ഹൊറർ ബുക്സ് വായിച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾക്കും കൂടെ കുറച്ച് ഡൈജസ്റ്റ് ആക്കാൻ പറ്റിയ കുറച്ച് ബുക്സ് റെക്കമെൻഡേഷൻസും ആയിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. ഫസ്റ്റ് ബുക്ക് ഐ വോണ്ട് ടു ടോക്ക് അബൌട്ട് ഈസ് ഹൗ ടു സെൽ എ ഹോണ്ടഡ് ഹൗസ്. ഇതിലെ മെയിൻ ക്യാരക്ടർ ലൂയിസിൻ്റെ പാരൻസ് മരിക്കുമ്പോൾ അവൾ തിരിച്ചു വരികയാണ് ഹോം ടൗണിലേക്ക്. ആൻഡ് ദെൻ അവൾക്ക് ആ വീട് ഇൻഹെറിറ്റ് ആയി കിട്ടണം. സോ അവൾക്കും അവളുടെ ബ്രദറിനും ഈക്വലിയാണ് കിട്ടുന്നത്. അവർക്ക് എന്ത് ചെയ്യണം? ഈ വീട് വിൽക്കണം. ഈ വീട് വിൽക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം അവളുടെ അമ്മ ഒരു പപ്പറ്റ്സ് ഉണ്ടാക്കുന്ന ഒരാളായിരുന്നു. ഒരു സ്കെയറി ആയിട്ടുള്ള പപ്പറ്റ്സിനെ ഉണ്ടാക്കി വിൽക്കുന്ന ജോലിയായിരുന്നു അവളുടെ അമ്മയ്ക്ക്. അത് കാരണം ആ വീട് മൊത്തം ഇതുപോലത്തെ പപ്പറ്റ്സ് ആണ്. ആ വീട് വിൽക്കണം എന്നുണ്ടെങ്കിൽ ആ പപ്പറ്റ്സിനെ ആദ്യം ഒഴിവാക്കണം. ബട്ട് ഈ പപ്പറ്റ്സ് ശരിക്കും ഹോണ്ടഡ് ആണ്. ആൻഡ് ദേ ആർ സ്കെയറി ആൻഡ് ദേ ആർ ഡേഞ്ചറസ്. അതിനെ ചുറ്റി പറ്റിയിട്ടുള്ള സ്റ്റോറിയാണ്. അനബെല്ലൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പപ്പറ്റ്സിൻ്റെ സ്കെയറി ഫാക്ടേഴ്സ് ഒക്കെ നല്ല ഉണ്ടായിരുന്നു ഈ ബുക്കിൽ. ബട്ട് എനിക്ക് ഈ ക്യാരക്ടേഴ്സിനെ ഇഷ്ടമായില്ല. കാരണം അവർ ആ ഒരു സിബ്ലിങ്സിൻ്റെ തമ്മിലുള്ള കോൺവേഴ്സേഷൻസ് ഒക്കെ എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് ഡ്രാഗ് ചെയ്തു. അതുപോലെ ഇതിലുള്ള പപ്പറ്റിൻ്റെ ചില കാര്യങ്ങളും കുറച്ച് ഡ്രാഗ് ചെയ്ത പോലെ എനിക്ക് തോന്നി. അപ്പാർട്ട് ഫ്രം ദാറ്റ്, ദിസ് വാസ് എ ഗുഡ് സ്കെയറി ബുക്ക്. സോ ഇറ്റ് വാസ് എ 3-star read for me and I really had a great time. നെക്സ്റ്റ് വൺ ഈസ് ദ ഹോണ്ടിങ് ഓഫ് ഹിൽ ഹൗസ്. ഇതൊരു ക്ലാസിക് ഹോണ്ടിങ് ബുക്കാണ് കേട്ടോ. ഹോണ്ടഡ് ഹൗസ് വൈബ്സ്, അതും അറ്റ്മോസ്ഫിയറിക് വൈബ്സ് വേണമെന്നുണ്ടെങ്കിൽ യു ഷുഡ് പിക്ക് ദിസ് വൺ. പിന്നെ എനിക്ക് തോന്നുന്നു ഹൊറർ ജോൺറയിലേക്ക് കാലെടുത്ത് വെക്കുന്നവർക്ക് ഐ തിങ്ക് ദിസ് ഇസ് എ ബെസ്റ്റ് ബുക്ക്. കാരണം ഐ എം നോട്ട് സേയിങ് ഇത് സ്കെയർഡ് ആക്കില്ല അല്ലെങ്കിൽ ഇതിൽ ഹൊറർ എലമെന്റ്സ് കുറവാണെന്നല്ല. അധികം എക്സ്ട്രീം ആയിട്ടുള്ള ഹൊറർ ഇല്ല. കൂടുതലും നമ്മളെ ഇങ്ങനെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള ജംപ് സ്കെയർസും അല്ലെങ്കിൽ അതുപോലത്തെ മെസ്സിങ് അപ്പ് ഒക്കെയാണ്. ഇതിൽ 3 ക്യാരക്ടേഴ്സാണ്: എലനോർ, തിയോഡോർ ആൻഡ് ലൂക്ക്. അപ്പോൾ ഇവർ 3 പേർക്കും ഒരു ക്ഷണം കിട്ടുകയാണ് ഈ ഒരു ഹോണ്ടഡ് ഹൗസിൽ വന്ന് താമസിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവർ ഇതിൽ എലനോറിന് ഭയങ്കര ഡെസ്പറേറ്റ്, അവൾക്കൊരു വീടില്ല. സോ അവൾ എന്തായാലും വരും. പിന്നെ തിയോഡോർ കുറച്ച് ക്രേസിയാണ്. ലൂക്ക് പിന്നെ ഈ വീട് ഇൻഹെറിറ്റ് ആവാൻ പോകുന്ന ആളാണ്. സോ ഇവർ 3 അവിടെ വന്ന് താമസിക്കുമ്പോൾ അവർ നേരിടുന്ന കാര്യങ്ങളാണ് ഈ ബുക്കിൽ എഴുതിയിട്ടുള്ളത്. സോ ഈ ഹോണ്ടഡ് ഹൗസും ശരിക്കും ഈ ബുക്കിലൊരു ക്യാരക്ടറാണ്. കാരണം ഇതൊരു ഹ്യൂജ് മാൻഷനാണ് കേട്ടോ. സോ ചില സമയത്ത് ഇവർ അതിലൂടെ നടക്കുന്ന സമയത്ത് അവരെ ഹൗസ് തന്നെ അവരെ തിരിപ്പിക്കും. ലൈക്ക് അവർക്ക് ആ ഒരു വഴി മനസ്സിലാവില്ല വീട്ടിൽ നിന്ന് പുറത്ത് കടക്കാനൊക്കെ. ആൻഡ് ദെൻ അവർ കൈൻഡ് ഓഫ് ഗെറ്റ്സ് ലോസ്റ്റ് ഇൻസൈഡ് ദ ഹൗസ്. ചില സമയത്ത് നമ്മൾ ഭയങ്കര ഓൺ ദ എഡ്ജ് ആയിരിക്കും. ലൈക്ക് നമുക്കറിയാം എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ടെന്ന്. ബട്ട് അത് ഇങ്ങനെ നീട്ടിക്കൊണ്ടേയിരിക്കും. ആൻഡ് ദെൻ സംടൈംസ് ഇറ്റ് ഡസൻറ്റ് കം, സംടൈംസ് ഇറ്റ് ഹാപ്പൻസ്. അപ്പോൾ നമുക്ക് ആ ഒരു ജംപ് സ്കെയർസ് ഒക്കെ തരും. ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. ഇറ്റ് വാസ് 3.5-star read. നെക്സ്റ്റ് വൺ ഈസ് ക്രോസ് റോഡ്സ്. ഇതൊരു ചെറിയ ഷോർട്ട് ഹൊറർ നോവലാണ്. സോ ഇതിലെ മെയിൻ ക്യാരക്ടറിന് മകൻ മരിച്ചതിന് ശേഷം ഭയങ്കര ഗ്രീഫിലാണ്. അവൾ ഇന്നും അവൻ്റെ ആ ഗ്രേവിൽ വിസിറ്റ് ചെയ്യും. അങ്ങനെ വിസിറ്റ് ചെയ്യുന്ന സമയത്താണ് അവനെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് ആ അമ്മ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ ബുക്കിലുള്ളത്. ഒരുപാട് ബോഡി ഹൊറേഴ്സ് ഉണ്ട് കേട്ടോ. സോ നിങ്ങൾ ട്രിഗർ വാർണിങ്സ് ഒക്കെ ചെക്ക് ചെയ്യണം. അവളിങ്ങനെ ചെറുതായി അവളെ ഹേർട്ട് ചെയ്യാണ്, ലൈക്ക് ഈ മകനെ കാണാൻ വേണ്ടിയിട്ട്. കൈൻഡ് ഓഫ് എ ഡീൽ വിത്ത് എ ഡെവിലാണ്. ഈവൻ ദോ ദ ടോപ്പിക് ഈസ് സില്ലി, അതിൽ ആ ഒരു ഗ്രീഫ് ഒക്കെ നന്നായി ചെയ്തിട്ടുണ്ട്. ആൻഡ് വെരി ഷോർട്ട് ബുക്ക്, യു കെൻ ഈസിലി ഗെറ്റ് ത്രൂ ഇറ്റ് ആൻഡ് ഐ റിയലി ഹാഡ് എ ഗ്രേറ്റ് ടൈം റീഡിങ് ഇറ്റ്. ദ നെക്സ്റ്റ് വൺ ഈസ് കോറലൈൻ. ഇതൊരു മിഡിൽ ഗ്രേഡ് ഫിക്ഷനാണ്. ഇതിലെ മെയിൻ ക്യാരക്ടർ ചെറിയ കുട്ടിയാണ്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എക്സ്പ്ലോറിങ്. ആ ഒരു വീടിൻ്റെ എല്ലാ മുക്കും മൂലയും എക്സ്പ്ലോർ ചെയ്യുന്ന ഒരാളാണ്. തുറക്കരുത് എന്ന് പറയുന്ന സാധനങ്ങൾ തുറക്കുന്ന ഒരാളാണ്. സോ ആ ഒരു ക്യൂരിയസ് മൈൻഡാണ്, ആ കുട്ടികളുടെ ക്യൂരിയസ് മൈൻഡാണ് അവൾക്കുള്ളത്. ആൻഡ് ദെൻ ഒരു ഡോറ്, തുറക്കാൻ പാടില്ലാത്തൊരു ഡോർ അവൾ തുറന്നിട്ട് അവളൊരു പുതിയ വേൾഡിലോട്ട് പോകണം. അവിടെ അതേപോലെ ഒരു വീടും അവളുടെ അമ്മയും അച്ഛനെയും പോലെ തന്നെ ഒരു അമ്മയും അച്ഛനും അവിടെ ഉണ്ടാവും. ബട്ട് അമ്മയുടെ കണ്ണിന് പകരം ബട്ടൺസ് ആണുള്ളത്. സോ
അത് കാണുമ്പോൾ പെട്ടെന്ന് അവൾക്ക് കുറേ ഫിഷിനെസ് അടിക്കും, ലൈക്ക് എന്തോ ശരിയല്ലാത്ത പോലെ. ബട്ട് അവളെ ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യും, ഒരുപാട് സ്നേഹം കൊടുത്തിട്ട് അവളെ അവിടുന്ന് പോവാൻ സമ്മതിക്കില്ല. ആ ഒരു സമയത്താണ് അവൾക്ക് പിന്നെ അവിടെ താമസിക്കുമ്പോൾ മനസ്സിലാവും ലൈക്ക് ഇതെൻ്റെ ശരിക്കുള്ള റിയൽ പാരൻസ് അല്ല, സോ ഷീ നീഡ്സ് ടു എസ്കേപ്പ്. ഇവിടുത്തെ ചെറിയ കുട്ടികളെ ഫോക്കസ് ചെയ്ത് എഴുതിയതാണെങ്കിലും ഐ തിങ്ക് ഈവൻ അഡൽട്സിനും ഇത് കുറച്ചും കൂടെ ഇമ്പാക്ട്ഫുൾ ആവും, അതുപോലെ ക്യൂട്ടായിട്ട് ഫീൽ ചെയ്യും. ആൻഡ് ഐ റിയലി ലവ്ഡ് ആ ഒരു മെയിൻ ക്യാരക്ടറിൻ്റെ ആ ഒരു ക്യൂരിയോസിറ്റി, അതുപോലെ ആ മെയിൻ ക്യാരക്ടർ ചെയ്യുന്ന അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെ ഇൻട്രസ്റ്റ് ആക്കും. ദ നെക്സ്റ്റ് വൺ ഈസ് ത്രൂ ദ വുഡ്സ്. ഇത് 5 ഷോർട്ട് സ്റ്റോറീസ് ആണ് വരുന്നത്. ഒരു ഗ്രാഫിക് നോവലാണ്, ഒരുപാട് നേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ആർട്സ് ആണ് വരുന്നത്. ആൻഡ് ഐ റിയലി എൻജോയ് ദ ആർട്സ്, കാരണം ഭയങ്കര ക്രീപ്പി ആയിട്ട്, അതുപോലെ ഫോറസ്റ്റ് അങ്ങനത്തെ വൈൽഡ് വൈബ്സ് ആണ്. വളരെ ഷോർട്ട് ആയിട്ടുള്ള ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഷോർട്ട് സ്റ്റോറീസ് ആണ്. നിങ്ങൾക്ക് ഗ്രാഫിക് നോവൽസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ യു ഷുഡ് ചെക്ക് ദിസ് വൺ. നെക്സ്റ്റ് വൺ ഈസ് ഉസുമാക്കി. ഇതും ഒരു ഗ്രാഫിക് നോവലാണ്. ദിസ് ഇസ് അബൌട്ട് എ ടൗൺ ആൻഡ് ആ ടൗണ് ഹോണ്ടഡ് ആണ്. അപ്പോൾ അവിടെയുള്ള ആൾക്കാർ സ്പൈറൽ ഷേപ്പുമായിട്ട് ഫാസിനേറ്റഡ് ആവുകയാണ്. ലൈക്ക് മുടിയിൽ ഒരു കേൾ കാണുമ്പോൾ, അല്ലെങ്കിൽ കണ്ണിനുള്ളിൽ വെയിൻസ് കാണുമ്പോഴൊക്കെ അങ്ങനെ അവർ ആ ഒരു ഫാസിനേഷൻ അവരെ ചെന്നെത്തിക്കുന്നതാണ് കാണിക്കുന്നത്. സോ ഇതിൽ കുറേ ഷോർട്ട് സ്റ്റോറീസ് ആണ്. ഓരോരോ ഫാമിലിയിൽ, ആ ടൗണിലുള്ള ഓരോരോ ഫാമിലിയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. ആൻഡ് 3 വോളിയൂംസ് ആണുള്ളത്. 3 വോളിയൂംസും ഭയങ്കര എൻഗേജിങ് ആണ്. അതുപോലെ ആർട്ട് വർക്ക്സ് ഒക്കെ ഭയങ്കര ഗ്രോസ്, ഡിസ്കസ്റ്റിംഗ്, ക്രീപ്പി ആണ്. ആൻഡ് ഇറ്റ് വാസ് എ 4-star read for me and I really had a good time. Next one is A House at the Bottom of a Lake by Josh Malerman. ഐ റിയലി ലവ് ജോഷ് മാലർമൻ. കാരണം എനിക്ക് ഹൊററിൽ കുറച്ചുകൂടി നല്ല ഇഷ്ടമുള്ള ഒരു ഓതറാണ് ജോഷ് മാലർമൻ. ജോഷ് മാലർമൻ എഴുതുന്ന ബുക്സിലൊക്കെ ഭയങ്കരമായിട്ട് ആംബിഗിറ്റി ഉണ്ടാവും. കംപ്ലീറ്റ്ലി നമുക്ക് മനസ്സിലാവില്ല എന്താ സംഭവിക്കുന്നത്. എപ്പോഴും ഒരു ആംബിഗിറ്റി ലെയർ ആ ഒരു ബുക്സിലുണ്ടായിരിക്കും. അതുപോലെ തന്നെയാണ് ഇതിലൊരു ടീനേജ് ലവേഴ്സ് ലേക്കിൽ ഡേറ്റിന് വേണ്ടി പോവാണ്. അവർ ആക്സിഡൻ്റ് ആയിട്ട് ഒരു വീട് ലേക്കിന് അടിയിൽ കണ്ടെത്തണം. സോ ഈ വീട് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ലേക്കിന് താഴെയാണ്. അപ്പോൾ അവർ പോകുന്നത് ഐ തിങ്ക് ഒരു മാസ്ക് ഉപയോഗിച്ചിട്ടാണ് അവർ ഈ വീട് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് അവർ വിചാരിക്കും ഒന്ന് ജസ്റ്റ് പോയി നോക്കാം, പിന്നെ അവർ പിന്നെയും പോയി നോക്കും. ആൻഡ് ദെൻ ദേ ബിക്കംസ് ഒബ്സെസ്ഡ്. ആൻഡ് എല്ലാ ദിവസവും റെഗുലർലി അവർ വന്നിട്ട് ഈ വീട് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങും. ഞാനിത് വായിക്കുന്ന സമയത്ത് വെന്നെവർ അവർ ആ ഒരു മാസ്ക് ഇട്ടിട്ട് താഴെ പോകുമ്പോഴൊക്കെ എനിക്കൊരു ശ്വാസം മുട്ടുന്ന ഫീലിംഗ് ആയിരുന്നു. ലൈക്ക് വെള്ളത്തിനടിയിൽ പോകുമ്പോൾ ആൻഡ് ദെൻ അവിടെ പെട്ടെന്ന് ഇങ്ങനെ മിന്നായം പോലെ എന്തോ ഒരു സാധനം പോവും. അപ്പോൾ ആ സമയത്തൊക്കെ ശരിക്കും എനിക്ക് ആ ഒരു ശ്വാസം മുട്ടുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു. ലൈക്ക് ആ ഒരു വെള്ളത്തിനടിയിൽ എന്തെങ്കിലും പെട്ടെന്ന് അവരവിടെ സ്റ്റക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പുറത്തേക്ക് വരാൻ പറ്റില്ലല്ലോ. ആൻഡ് അവർ ഐസൊലേറ്റഡ് ആണ് അവിടെ. അപ്പോൾ ആ ഒരു കൈൻഡ് ഓഫ് ഫീലിംഗ് എനിക്ക് ശരിക്കും വാസ് ഗെറ്റിംഗ് അണ്ടർ മൈ സ്കിൻ. ഐ റിയലി ലവ് ദ റൈറ്റിംഗ് ആൻഡ് ആ ഒരു എഡ്ജി ഫീലിംഗ്, അതുപോലെ ആ ക്രീപ്പിനെസ് ഓഫ് ദ ഹോണ്ടഡ് ഹൗസ്. നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ യു ഷുഡ് ചെക്ക് ദിസ് വൺ. അതുപോലെ ദ നെക്സ്റ്റ് ബുക്കും ഈ ഓതറിൻ്റെതാണ്, വിച്ച് ഇസ് ബേർഡ് ബോക്സ്. ഇതിലെ മെയിൻ ക്യാരക്ടർ പ്രഗ്നൻ്റ് ആണ് ആൻഡ് അവളുടെ വേൾഡ് എൻഡ് ചെയ്യാൻ പോവാണ്. ലൈക്ക് ഒരു അപ്പോകാലിപ്റ്റിക് കൈൻഡ് ഓഫ് ബുക്കാണ്. എന്തോ ഒരു സാധനം എന്താണെന്ന് നമുക്കറിയില്ല. അതാ ഞാൻ പറഞ്ഞ ഒരു ആംബിഗിറ്റി എപ്പോഴും ഈ ഓതറിൻ്റെതിലുണ്ടാവും. അത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ താനേ സൂയിസൈഡ് ചെയ്യും. നമ്മൾ അത് കാണാൻ പാടില്ല. സോ ആരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ ബ്ലൈൻഡ്സ് ഇട്ടിട്ട് മാത്രമേ പുറത്തിറങ്ങുള്ളൂ. അവിടെയുള്ള ആൾക്കാരൊക്കെ ശരിക്കും ബ്ലൈൻഡ് ആയിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിച്ചു പോവാണ്. കാരണം അവർക്ക് ഈ ഒരു പ്രഷറും ഈ ഒരു പേടി താങ്ങാൻ കഴിയായിട്ട്. ആൻഡ് ഐ റിയലി ഹാഡ് സോ മച്ച് ഫൺ റീഡിങ് ദിസ്. കാരണം എന്താ വെച്ചാൽ എനിക്ക് ആ ഒരു ആംബിഗിറ്റി ഉണ്ടായിരുന്നു. ആസ് എ റീഡർ നമ്മൾ ഈ ഒരു മെയിൻ ക്യാരക്ടറിന് അറിയില്ല എന്താണ് ഇപ്പോൾ സംഭവിക്കുക. കാരണം അവൾ ബ്ലൈൻഡ്സ് ഇട്ടിട്ടുണ്ട്. ആൻഡ് നമ്മളും അതേ അവസ്ഥയില്ല, നമ്മളും ബ്ലൈൻഡ്സ് ഇട്ട പോലെ നമുക്കും അറിയില്ല എന്താണെന്ന്. ലൈക്ക് നമ്മൾ ആ ഒരു അവൾ പറയുന്ന രീതിയിലുള്ള സൗണ്ടും അല്ലെങ്കിൽ ഉണ്ടാവുന്ന മൂവ്മെന്റ്സ് അനുസരിച്ചാണ് നമ്മളും ആ ഒരു എന്താ പറയുക സിറ്റുവേഷൻ നമ്മൾ മനസ്സിലാക്കുന്നത്. ആൻഡ് ആ ഒരു ആംബിഗിറ്റി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതുപോലെ തന്നെ ഐ തിങ്ക് ഓരോ പ്ലോട്ട് ട്വിസ്റ്റും ഇതിലുള്ളതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ക്യാരക്ടേഴ്സ് വാസ് സോ 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 ഗുഡ് ആൻഡ് ഇറ്റ് ഈസ് എ 4.5 star read for me. I think this is my all-time favorite horror book. If you are a horror lover, then definitely you should check this one. The next one is Kill Creek. ഒരു ഹോണ്ടഡ് ഹൗസ് വൈബ് ഉള്ള ഒരു ബുക്കാണ്. സോ ഈ ഒരു വീട് പണിതത് ഗുഡ്മാൻ എന്ന് പറഞ്ഞ ഒരാളാണ്. അയാളുടെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ വീട് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അവിടെ വെച്ച് അയാൾ ഷോർട്ട് ആവും. അതുപോലെ തന്നെ അയാളുടെ ഭാര്യനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടിട്ട് ഹാങ് ചെയ്യും. ഈ ഒരു അൺഫോർച്ചുനേറ്റ് മരണങ്ങൾക്ക് ശേഷം ആ വീട് അബാൻഡൻഡ് ആയിരുന്നു അൺടിൽ 2 സിസ്റ്റേഴ്സ് അവിടെ വന്ന് താമസിക്കുന്നത് വരെ.
അങ്ങനെ അവരും അവിടുന്ന് ആക്സിഡൻ്റലി മരിക്കുകയാണ്. സോ ഒരുപാട് വർഷങ്ങളായിട്ട് ആ വീട്ടിൽ ആരും പോവാറില്ല, അബാൻഡൻഡ് ആണ് ആ ഹൗസ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പബ്ലിഷേഴ്സ് 4 ഓതേഴ്സിനെ ആ വീട്ടിലോട്ട് വിടുന്നത്, കുറച്ച് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഹൊറർ സ്റ്റോറി എഴുതാൻ വേണ്ടിയിട്ട്. അവരവിടെ പോയി കഴിഞ്ഞതിന് ശേഷം അവരുടെ ലൈഫ് മാറിയെന്നതാണ് ഈ ബുക്കിൽ എഴുതിയിട്ടുള്ളത്. ഐ തിങ്ക് ദിസ് വാസ് എ ഗുഡ് ഹോണ്ടഡ് ഹൗസ് വൈബിളുള്ള ഒരു ബുക്കായിരുന്നു. ഇറ്റ് വാസ് ടു 4 സ്റ്റാർ ബുക്ക് ആൻഡ് ഇതൊരു സിനിമ കാണുന്ന രീതിയിലുള്ള ഒരു ബുക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. നമ്മൾ ആ പ്ലോട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഐ തിങ്ക് I really enjoyed the plot rather than the scary stuffs. So if you love such a book, then definitely check this one. The next one is a short story collection which is At Home with Horrors. ഇതിൽ ഒരു 14 ചില്ലിങ് ഷോർട്ട് സ്റ്റോറീസ് ആണ് ഉള്ളത്. എല്ലാം തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, വിവിഡ് ആയിട്ട്, ഇമാജിനേറ്റീവ് ആയിട്ട്, ഡിഫറെൻറ്റ് ടൂണുള്ള ഷോർട്ട് സ്റ്റോറീസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഓരോന്ന് വായിക്കുമ്പോൾ അറ്റ് ദ എൻഡ് വിൽ ബി ലൈക്ക് ഇനിയും വേണം എന്ന് തോന്നിപ്പോവും. അങ്ങനത്തെ ഹൊറർ ഷോർട്ട് സ്റ്റോറീസ് ആണ്. സോ നിങ്ങൾക്ക് രാത്രി കെടുക്കാൻ നേരത്ത് വായിക്കാനൊക്കെ പറ്റിയ ഷോർട്ട് സ്റ്റോറി കളക്ഷനാണ്. കാരണം ഒരു ബുക്ക് ഏതാണ്ട് ഒരു 30 പേജസ് ഒക്കെ വരുന്നുള്ളൂ. സോ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ വായിച്ചിട്ട് കെടുക്കാം. സോ അങ്ങനെയാണ് ഞാനിത് വായിച്ചു തീർത്തത്. ഐ തിങ്ക് ടുവേർഡ്സ് ദ എൻഡ് കുറച്ചും കൂടെ ലെങ്തിയർ ആവുന്നുണ്ട്, ബട്ട് മോസ്റ്റ് ഓഫ് ദം 30-20 പേജസ് ആണ്. ഐ റിയലി എൻജോയ്ഡ് പീപ്പിംഗ് ടോമി, സ്കെയർഡ് മാരി, തെരേസ, അങ്ങനത്തെ ഷോർട്ട് സ്റ്റോറീസ് ആണ് ഒരുപാട് എൻജോയ് ചെയ്തത്. ആൻഡ് ഇഫ് യു ലവ് ഷോർട്ട് സ്റ്റോറി കളക്ഷൻ ദെൻ ഡെഫിനറ്റ്ലി ട്രൈ ദിസ് വൺ. ദ നെക്സ്റ്റ് വൺ ഈസ് മിസറി ബൈ സ്റ്റീഫൻ കിങ്. ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തതാണ് ഈ ബുക്കിനെ പറ്റി, സോ അതുകൊണ്ട് ഞാൻ ഡീപ്പായിട്ട് പോകുന്നില്ല. ഇതിലെ മെയിൻ ക്യാരക്ടർ പോൾ എന്ന് പറഞ്ഞ ഒരു ഓതറാണ്. ആ ഓതർ ഒരു ആക്സിഡന്റ് സംഭവിക്കും. അങ്ങനെ അവരെ രക്ഷിക്കുന്നത് ഒരു നേഴ്സാണ്, ആനി വിൽക്കസ് എന്ന് പറഞ്ഞിട്ട്. നേഴ്സ് ഈ ഓതറിന്റെ നമ്പർ 1 ഫാനാണ്. നേഴ്സ് അവരെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ട് അവർക്ക് വേണ്ട ബുക്ക് അയാളെ കൊണ്ട് എഴുതിപ്പിക്കുകയാണ്. സോ ഇത് ഭയങ്കര ഒരു ഹൊററി വൈബുള്ള ഒരു ബുക്കായിരുന്നു. കൈൻഡ് ഓഫ് എ മിസ്റ്ററി ത്രില്ലർ ആണ്, ബട്ട് സ്റ്റിൽ ഹൊറർ എലമെന്റ്സും ഉണ്ട് ഇതിൽ. ഇത് ഭയങ്കര സ്കെയറി ആയിട്ടുള്ള ബുക്കല്ല, ബട്ട് ലേഡി എത്രത്തോളം അയാളെ കിഡ്നാപ്പ് ചെയ്തിട്ട് ടോർമെന്റ് ചെയ്യുന്നുണ്ട്, അതുപോലത്തെ ടോർച്ചർ ആണ് ഇതിൽ ഈ ബുക്കിൽ ത്രൂ ഔട്ട് ഉള്ളത്. സോ നിങ്ങൾക്ക് ആ ടോർച്ചർ കൈൻഡ് ഓഫ് ഹൊറർ ആണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ഷുഡ് ട്രൈ ദിസ് വൺ. നെക്സ്റ്റ് വൺ ഇസ് സെപ്റ്റംബർ ഹൗസ്. ഇത് എനിക്ക് തോന്നുന്നു ഇതൊരു സ്കെയറി ബുക്കല്ല, ബട്ട് റാദർ ദാൻ ഒരു കോസി ഹൊറർ ബുക്കാണ്. സോ ഒരു ബിഗിനേഴ്സിന് ഐ തിങ്ക് ദിസ് വിൽ ബി എ പെർഫെക്റ്റ് വൺ. ഇതിലെ മെയിൻ ക്യാരക്ടർ മാർഗറിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു വിക്ടോറിയൻ കൈൻഡ് ഓഫ് വീട് സ്വന്തമാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവളൊരു ന്യൂസ് പേപ്പറിലെ ആഡ് കണ്ടിട്ടാണ് അവൾ ഈ വീട്ടിലോട്ട് ഷിഫ്റ്റ് ആവുന്നത്. വീട്ടിലോട്ട് ഷിഫ്റ്റ് ആയതിന് ശേഷം ആ വീട്ടിൽ ഒരുപാട് ഗോസ്റ്റുകളുണ്ട്. അപ്പോൾ അവരവിടെ താമസിക്കുന്നു, ഗോസ്റ്റുകളും ആ വീട്ടിൽ താമസിക്കുന്നുണ്ട്. ഈ ഗോസ്റ്റുകളൊന്നും ഭയങ്കര സ്കെയറി ഗോസ്റ്റുകളല്ല. അതിൽ ഒരു ഗോസ്റ്റ് ഉണ്ട്, ലൈക്ക് അവൾക്ക് ചായ ഒക്കെ ഉണ്ടാക്കി കൊടുക്കും. സോ അത്രയും കോസി ആയിട്ടുള്ള ഗോസ്റ്റുകളാണ്. ഈ ക്യാൻ ബി സ്കെയറിയർ. ലൈക്ക് സെപ്റ്റംബർ എന്ന് പറഞ്ഞ മാസം വരുമ്പോൾ ഇവരൊക്കെ ഭയങ്കരമായിട്ട് വയലൻ്റ് ആവും. അതുപോലെ ആ വീടും ഒരുപാട് വയലൻ്റ് ആയിട്ട് ആക്ട് ചെയ്യും സെപ്റ്റംബറിൽ. ലൈക്ക് അവരുടെ ആ ഒരു ഒരുപാട് ബേർഡ്സ് വന്നിട്ട് വീടുമ്പോൾ ഹിറ്റ് ചെയ്ത് മരിക്കുക, അതുപോലെ രാത്രി കാലങ്ങളിൽ ഭയങ്കര സ്ക്രീമിങ് കാരണം ഉറങ്ങാൻ പറ്റാതാവുക, അതുപോലെ അവരുടെ വാൾസ് നിന്ന് ബ്ലഡ് ലീക്ക് ആവുക, അതുപോലത്തെ കാര്യങ്ങൾ സെപ്റ്റംബറിൽ സംഭവിക്കും. അത് ഏറ്റവും കൂടുതൽ പേടിപ്പിക്കുന്ന ഒരു ഗോസ്റ്റ് ഉണ്ട്, മാസ്റ്റർ വയൽ. അത് താമസിക്കുന്നത് ബേസ്മെന്റിലാണ്. പൊതുവെയുള്ള മാസങ്ങളിൽ അയാളെ കൊണ്ട് വലിയ ശല്യമൊന്നുമില്ല, ബട്ട് അങ്ങോട്ട് പോവാതിരുന്നാൽ മതി. ബട്ട് സെപ്റ്റംബർ മാസം അയാൾ അവിടുന്ന് പുറത്ത് വരാൻ ശ്രമിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു സെപ്റ്റംബർ മാസം കടന്നു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ ഐ റിയലി എൻജോയ്ഡ് ദിസ്. കാരണം ഇതിനൊരു കോസി സൈഡ് ഉണ്ടായിരുന്നു. ലൈക്ക് ഹൊറർ സ്റ്റഫ്സ് അല്ലാതെ കോസി സൈഡ് ഉണ്ട്, അതുപോലെ ഒരു ഹിസ്റ്ററിയും ഉണ്ട്. ഐ തിങ്ക് ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. ബട്ട് അറ്റ് ദ എൻഡിങ് എനിക്ക് കുറച്ച് ക്ലീഷേ ആയിട്ട് തോന്നി. അപ്പാർട്ട് ഫ്രം ദാറ്റ് ദിസ് വാസ് എ ഗ്രേറ്റ് ഹൊറർ ബുക്ക്. സോ നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു ബിഗിനർ ഫ്രണ്ട്ലി ഹൊറർ ബുക്കാണ്. ആൻഡ് ഒരു സിനിമ കാണുന്ന ഒരു വൈബൊക്കെ ആയിരുന്നു. ദ ലാസ്റ്റ് ബട്ട് ദ ലീസ്റ്റ് ഇസ് മൈ ഫേവറേറ്റ് ഹൊറർ ബുക്ക് ഐ ഹാവ് എവർ റെഡ്, വിച്ച് ഇസ് പെറ്റ് സെമെറ്ററി. ഇത് ഫോളോ ചെയ്യുന്നത് ഒരു കുടുംബത്തിന്. സോ അവരൊരു വീട്ടിലോട്ട് ഷിഫ്റ്റ് ആവുകയാണ്. ആ വീടിൻ്റെ തൊട്ടു പിറകിലായിട്ട് ഒരു പെറ്റ് സെമെറ്ററി ഉണ്ട്. ഈ പെറ്റ് സെമെറ്ററി ഹോണ്ടഡ് ആണ്. അത് കാരണം അവർക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളാണ് ഇതിലുള്ളത്. സോ കൂടുതൽ കാര്യങ്ങൾ എനിക്ക് ആ ബുക്കിനെ പറ്റി പറയണം എന്നില്ല, അതുകൊണ്ടാണ് പറയാത്തത്. കാരണം ഒന്നും അറിയാതെ നിങ്ങൾ വായിക്കുന്നതായിരിക്കും അതിൻ്റെ ഒരു ഭംഗി. ഞാൻ അങ്ങനെയാണ് വായിച്ചത്, എനിക്കൊന്നും അറിയേണ്ടിയിരുന്നില്ല വായിക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ഫീലിങ്സ് ഒരുപാട് മനസ്സിലാക്കാൻ പറ്റിയിരുന്നു. അതുപോലെ ഇതിലെ മെയിൻ ക്യാരക്ടർ ഒരുപാട് ഗ്രീഫിലൂടെ പോകുന്നുണ്ട്. സോ സ്റ്റീഫൻ കിങ് ഇതിലൊരു ഗ്രീഫ് കൈൻഡ് ഓഫ് ഹൊററും കൊണ്ടുവരുന്നുണ്ട്, വിച്ച് വാസ് സോ വെൽ ഡൺ. ഐ റിയലി എൻജോയ്ഡ് ദിസ് ബുക്ക്. ഇറ്റ് ഈസ് എ ഓൾ ടൈം ഫേവറേറ്റ് ഹൊറർ ബുക്ക്. സോ
പ്ലീസ് ഡു റീഡ് ദിസ് വൺ ഇഫ് യു ആർ എ സ്റ്റീഫൻ കിങ് ഫാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹൊറർ ജോണർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പിക്ക് ദിസ് വൺ. ഐ റിയലി എൻജോയ്ഡ് ദിസ് ബുക്ക്. സോ ഇതൊക്കെയാണ് എൻ്റെ ഹൊറർ റെക്കമെൻഡേഷൻസ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഹൊറർ റെക്കമെൻഡേഷൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് കമന്റ് ദം ഡൗൺ ബിലോ. ചെറുപ്പം തൊട്ടേ ഹൊറർ വായിക്കുന്ന ഒരാളാണ്, അതുപോലെ ചെറുപ്പം തൊട്ടേ ഹൊറർ മൂവീസ് കാണുന്ന ഒരാളാണ്. സോ പ്ലീസ് ഡു കമന്റ് ദം ഡൗൺ ബിലോ. ഇനി എൻ്റെ റെക്കമെൻഡേഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ചെയ്യുന്ന കോണ്ടന്റ്സ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, കമന്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് ഐ വിൽ സീ യു വിത്ത് അനദർ വീഡിയോ. Till then, bye bye and take care.